ഹലോ, ആരാ? സണ്ണിയാ? എടാ, നീ നാട്ടിലെത്തിയാടാ? ഇല്ലേ? അയ്യോടാ, ഞാൻ നമ്പർ നോക്കിയില്ലായിരുന്നടാ. എന്തുണ്ട് വിശേഷം? അടുത്ത മാസോ? അടിപൊളി. അങ്ങനെയാണെങ്കിൽ എല്ലാരും കൂട്ടിട്ട് നിങ്ങോട്ട് വന്നോണം. ഫാസ്റ്റ് 14 ദിവസത്തേക്കാ. എന്തിനാടാ പിന്നെ വരുന്നത്? അത് സാരമില്ല, ഞങ്ങൾ രണ്ടുപേരും കൂടെ അങ്ങോട്ട് വരാം. പിന്നെ സുഖം. നല്ല വിശേഷം. ഉണ്ട്. അപ്പൊ നീ നാട്ടിൽ വന്നിട്ട് വിളിക്കും. ഓക്കേടാ, ഓക്കെ, ശരി. അയ്യോ, ഇത് ഇവിടെ ഇരിക്കായിരുന്നു. ഇവിടെ വെച്ചിട്ടായിരുന്നു പോയത്. ആരാടി ഫോൺ? സണ്ണി. സണ്ണിയാ? ഏത് സണ്ണി? എത്ര സണ്ണിമാരെ ഈച്ചാൻ അറിയാം? എനിക്ക് എന്റെ നാട്ടിലൊരു സണ്ണി അറിയാം. പത്രക്കാരാ സണ്ണി. എന്റെ കുടുംബത്തിലുള്ള ആരെങ്കിലും അറിയോ സണ്ണിയായിട്ട്? സണ്ണി ഇല്ല. എന്റെ ഇച്ചായ ഫിലിപ്പ് അങ്കിളിന്റെ മോൻ സണ്ണി. ഫിലിപ്പ് അങ്കിളിന്റെ മോൻ സണ്ണി? ഏത് ഫിലിപ്പ് അങ്കിള്? എന്റെ ദൈവമേ, നമ്മുടെ കല്യാണത്തിന്റെ സമയത്ത് അവൻ ഡിഗ്രിക്ക് പഠിക്കുക. ഇച്ചാനും അവനും കൂടെ എന്തോ ഒരു കൂട്ടായിരുന്നു. ഇച്ചാൻ ആകെപ്പാടെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നത് ഈ സണ്ണിയാ. ഓർമ്മയില്ലേ? അവനുമായിട്ടല്ലേ ഇച്ചായൻ കല്യാണം കഴിഞ്ഞിട്ട് എല്ലാ സ്ഥലത്തും പോയിക്കൊണ്ടിരുന്നത്. എന്നിട്ട് ഞാൻ ചോദിക്കുമായിരുന്നു, നിങ്ങൾ അവനെയാണോ കെട്ടിയത് എന്നെയാണോ കെട്ടിയെന്ന്. അത്രക്ക് കൂട്ടായിരുന്നു. ഞാനോട്ട് ഒരു സ്ഥലത്തും പോകത്തില്ലായിരുന്നു. നീ കഥയുണ്ടാക്കി പറയുവാണോ? എന്റെ ദൈവമേ, ഇച്ചായ ഫിലിപ്പങ്ങളുടെയും ഗ്രേസിയാന്റെയും മോൻ സണ്ണി. ഫിലിപ്പങ്ങളുടെയും ഗ്രേസിയങ്ങളുടെയും മോൻ സണ്ണി. അവൻ എങ്ങനെയാ ഇരിക്കുന്നത്? നല്ല പൊക്കം ഉണ്ടായിട്ട് വെളുത്ത് മൊക്കമൊക്കെ നല്ല തുടുത്തിരിക്കുന്ന സണ്ണി. കട്ടിമീശയൊക്കെ. അപ്പാപ്പനാണോ? അവനിപ്പോ എവിടെ? അമേരിക്കയിലുള്ള സണ്ണി. അവിടെ തന്നെ കല്യാണം കഴിച്ച് സെറ്റിൽ ആയില്ലേ. ഒരു പെണ്ണിനെ അവിടെ തന്നെയുള്ള ഒരു പെൺകൊച്ചിനെ കല്യാണം കഴിച്ചത്. ഹെലന്റെ ഭർത്താവ് സണ്ണി. അത് പറയണ്ടേ, ഹെലന്റെ കെട്ടിയോനാ. അയ്യോ, ഹെലന്റെ എന്നാ ചിരിയാടി. മൂക്കൊക്കെ കാണണം ഇങ്ങനെ വെണ്ണയിൽ ഇങ്ങനെ കൊത്തി വെച്ചതുപോലെ. കണ്ണ് പൂച്ച കണ്ണൊക്കെ ആയിട്ട് അവളുടെ ചിരി ഉണ്ടല്ലോ, പല്ലൊക്കെ ഇങ്ങനെ ഇങ്ങനെ അടുക്കി വെച്ചതുപോലെ. അവളുടെ ഇംഗ്ലീഷ് കേൾക്കുമ്പോ സത്യം പറഞ്ഞ രോമാഞ്ചം അടിക്കും കേട്ടോ. മലയാളം കേൾക്കുമ്പോ ചിരിച്ച ഒരൊറ്റ വാക്ക് പോലും ലെജിബിൾ അല്ല. അങ്ങനെ പറയണ്ടേ, ഹെലന്റെ ഭർത്താവ് സണ്ണി. മതി നിർത്ത്. കുറെ നേരമേ ഹെലൻ. ഇത്ര നേരം ഞാൻ സണ്ണി എന്ന് പറഞ്ഞിട്ട് ഈച്ചാൻ ഓർമ്മയില്ലായിരുന്നല്ലേ? ഞാൻ എന്തൊക്കെ പറഞ്ഞു ഈച്ചാനോട്? വെളുത്ത് പൊക്കമുള്ള കട്ടി മീശോളം തുടുത്തിരിക്കുന്ന സണ്ണി, ഇതൊന്നും ഓർമ്മയില്ല. അവൻ ഇപ്പോഴെങ്ങാണ്ട് അവന്റെ കല്യാണം കഴിഞ്ഞത്. ഹെലനെ ഈച്ചാൻ ഓർമ്മയുണ്ട്? എനിക്ക് അറിയത്തില്ല, എനിക്ക് ഓർമ്മ വന്നില്ല. ഹെലനെ പറഞ്ഞപ്പോ ഓർമ്മ വന്നു. അമേരിക്കയിൽ നീ ഇടയ്ക്ക് കല്യാണം കഴിച്ചത് ഈ എന്താ അവന്റെ പേരെന്താ പറഞ്ഞ? സണ്ണി. അവൻ മാത്രമേ ഉള്ളൂ. അപ്പൊ എനിക്ക് ഓർമ്മ വന്നു. അപ്പൊ ഈച്ചാന് ഫിലിപ്പ് അങ്കിളിന് ഓർമ്മയില്ലേ? ഗ്രേസിയാനിന് ഓർമ്മയില്ലേ? ഇപ്പൊ ഓർമ്മ വന്നു. ഇപ്പോഴാണ് ഓർമ്മ വന്നത്? ഒരു പെണ്ണിനെ ഈച്ചാൻ എങ്ങനെ ഓർമ്മ വന്നത്? അല്ലെങ്കിൽ ഈച്ചാന് പെണ്ണുങ്ങളെ മാത്രമല്ലേ ഓർമ്മയുള്ളൂ? ഇനി ഒരു കാര്യം റിലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ വേറൊരു കാര്യവുമായിട്ട് കമ്പയർ ചെയ്ത് വേണം നമ്മൾ ഒരു കാര്യത്തിലേക്ക് എത്താനായിട്ട്. ഈച്ചാന്റെ മനസ്സിൽ മൊത്തം പെണ്ണുങ്ങളാ. അത് കല്യാണം കഴിച്ചവരാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും. എന്നോട് ആലിസ, നിനക്ക് രാവിലെ തന്നെ നിനക്ക് എന്തെങ്കിലും വഴക്കുണ്ടാക്കിയില്ലേ? നിനക്ക് ഉറക്കം വരത്തില്ലേ? രാവിലെ ഞാൻ ഏറ്റവും നല്ല മൂഡോട് കൂടിയാണ് കട്ടിലേന്ന് എഴുന്നേറ്റ് വരുന്നത്. പക്ഷെ ഇച്ചാന്റെ ഇങ്ങനെ പെണ്ണുങ്ങളുടെ ചരിത്രം കേൾക്കുമ്പോ എന്റെ മൂഡ് അപ്പടി പോകും. ആലിസ, ഞാൻ ഒരു സത്യം പറയട്ടെ. നിനക്ക് ബേസിക് ആയിട്ട് ഒരു പ്രോബ്ലം ഉണ്ട്. അത് നിനക്ക് ആങ്കർ ഇഷ്യൂ ആണ്. നിനക്ക് കുട്ടിക്കാലം വെറുതെ ഇംഗ്ലീഷിൽ ചീത്ത വിളിക്കരുത്. ചീത്ത വിളിച്ചതല്ല, നിനക്ക് കോപപ്പെടുന്ന അസുഖമുണ്ട്. നിനക്കിതൊരു അസുഖമാണ്, രോഗമാണ്. ഞാനിപ്പോ രോഗിയായി. ഇച്ചാന്റെ ഓരോ തോന്നിയാസങ്ങളും ഞാൻ വിളിച്ചു പോകുമ്പോ ഞാനൊരു രോഗി അല്ലേ? നിനക്ക് നിന്റെ ബ്ലഡിൽ ഇത് ഉണ്ടായിപ്പോയി. നിനക്കിത് മാറ്റാൻ പറ്റില്ല. നിനക്ക് ഒരു കാലത്ത് നിനക്ക് ദേഷ്യപ്പെടാതിരിക്കാൻ പറ്റില്ല. എന്തെങ്കിലും കാരണം നോക്കിയിരിക്കുക. മോങ്ങായിരുന്ന പട്ടിയുടെ തലയിൽ തേങ്ങ വീണ പോലെ ദേഷ്യപ്പെടുക എല്ലാത്തിനും. ആണല്ലേ? കുറെ നേരമല്ലോ അടിക്കുന്നു. ഇങ്ങോട്ട് ഇറങ്ങുന്നെങ്കിൽ ഞാനാണല്ലേ ദേഷ്യപ്പെടുന്നത്. ഞാൻ ഇനി ദേഷ്യപ്പെടാതിരിക്കുന്നത് ഇച്ചാന് കാണണം. കാണണോ? ചിരിച്ച് തീർന്നിട്ട് പറ. ഞാൻ ദേഷ്യപ്പെടാതിരിക്കുന്നത് ഇച്ചാന് കാണണോ? കാണണോ? ഒരു ദിവസമല്ല, 2 ദിവസമല്ല, 1 മാസം വരെ ഞാൻ ദേഷ്യപ്പെട്ടിരിക്കും. നീ 1 ദിവസം 2 ദിവസം 1 മാസം ഒന്നും വേണ്ട. എന്റെ പൊന്നുകൂടെ ഇങ്ങോട്ടൊന്ന് നോക്കിയേ. നോക്ക്, നിനക്ക് ഇന്ന് ഉച്ച വരെ ദേഷ്യപ്പെടാതിരിക്കാൻ പറ്റും. ഞാൻ ദേഷ്യപ്പെടാതിരുന്ന ഇച്ചാൻ എനിക്ക് എന്ത് തരും?
നീ ഇന്ന് ഉച്ചവരെ ദേഷ്യപ്പെടാതിരിക്കുകയാണെങ്കിൽ നീ പറയുന്ന എന്തും ഞാൻ കേൾക്കും. മറിച്ചാണെങ്കിൽ ഞാൻ പറയുന്ന എന്തും നീ കേൾക്കണം. ഉറപ്പാണല്ലോ? ഉറപ്പ്. ബെറ്റ്? ബെറ്റ്. ഉച്ചവരെ. ഡീൽ. ഡീൽ. കാണാം നമുക്ക് ആരാ ജയിക്കുന്നതെന്ന്. ഒന്ന് മതി. അതിന്റെ മേളിൽ വെക്കരുന്ന് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, സൈഡിൽ വെക്കണ്ടേ? എപ്പോഴും ഇങ്ങനെയല്ലേ ചായ വെക്കുന്നത്? കഴിക്കും. സൈഡിൽ ഒഴിക്ക്. ഇവിടെയാണോ ചായ? മാറ്റ്, കഴിക്കാം. എന്തു ആലീസ ഇത്? എന്ത് ചായ? എന്ത് കറിയാ ഉണ്ടാക്കി വെച്ചിരിക്കണേ? അയ്യേ, പായൽ വെക്കാൻ കൊള്ളത്തില്ല. അയ്യോ, നല്ലതല്ലേ? നല്ലതല്ലേ? നാം നോക്ക്, ടേസ്റ്റ് നോക്ക്. പായ കേടായി. ഒരു കറി മര്യാദക്ക് വെക്കാൻ അറിയത്തില്ല. ഇച്ചായ എരിവും ഉപ്പും പുളിയും എല്ലാം ഇച്ചായന്റെ കറക്റ്റ് പാകത്തിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്റെ ഭാഗം ഇതാണോ? ഇതാണോ എന്റെ ഭാഗം? ഇത്ര വൃത്തിയുടെ ഭാഗമാണോ എന്റെ? എന്തോ ഇച്ചായ ഇങ്ങനെയല്ലേ എന്നും ഉണ്ടാക്കി തരുന്നത്? അപ്പൊ ഇച്ചായൻ എപ്പോഴും പറയാറുണ്ടല്ലോ, ലോ എന്താ ആലീസേ, ആലീസിന്റെ കറി എന്ന് പറഞ്ഞ അതാണ് കറി. ഈ ലോകത്തിലുള്ള ഒരാളുകളും ഇങ്ങനെ കറി വെക്കത്തില്ല. ആലീസിനെ പോലത്തെ ഒരു പെണ്ണിനെ ഞാനേ കല്യാണം തള്ളി കേറ്റണ്ട. ഞാനേ നോണ പറഞ്ഞതാ. നിനക്ക് ഒരു കറി മര്യാദക്ക് വെക്കാൻ അറിയത്തില്ല. എന്റെ ജീവിതത്തിൽ ഞാൻ ഇത്രയും വൃത്തിയിട്ട കറി ഞാൻ കഴിച്ചിട്ടുമില്ല. അയ്യോ, അത്രക്ക് വൃത്തികേടാണ്. അത്ര വൃത്തികേടെന്നല്ല, മഹാമോശം. അല്ല, എനിക്ക് വേറെ ഉണ്ടാക്കി. അത് പിന്നെ എങ്ങനെ കറി വെക്കുന്ന പഠിക്കുന്നതേ വീട്ടിൽ നിന്നല്ലേ? വീട്ടിൽ നിന്ന് പഠിപ്പിച്ചു വിട്ടതായിച്ചാ ഇങ്ങനത്തെ രീതിയിൽ ഉണ്ടാക്കാൻ. നിന്റെ അമ്മച്ചി പഠിപ്പിച്ചു വിട്ടായിരിക്കും അല്ലേ? ഒരു സത്യം പറയട്ടെ ആലീസേ, കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് വിരുന്നിന് വന്നില്ലേ? അപ്പൊ നിന്റെ അമ്മച്ചി ഒരു കറി ഉണ്ടാക്കി തന്നായിരുന്നു. നിശ്ചയം ഭയങ്കര നല്ല അഭിപ്രായം പറഞ്ഞില്ലേ? അത് കഴിച്ചതിന് ശേഷേ 3 ദിവസം ഞാൻ ഛർദ്ദിച്ചു. അയ്യോ, എന്റെ മഞ്ഞപ്പാല് വരെ പോയി. ഇത്രയും വൃത്തികേടായിട്ട് കറി ഉണ്ടാക്കണ ഒരാളെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. നീ കഴിഞ്ഞാ പിന്നെ നിന്റെ അമ്മച്ചിയാ. അല്ല, അന്ന് ചായം കഴിച്ചോണ്ടിരുന്നപ്പോ തന്നെ അമ്മച്ചിയോട് പറഞ്ഞില്ലേ, എന്റെ അമ്മച്ചി ഞാൻ ജീവിതത്തിൽ ഇങ്ങനത്തെ ഒരു ടേസ്റ്റുള്ള കറി കഴിച്ചിട്ടില്ല എന്ന്. അത് പിന്നെ കല്യാണം കഴിഞ്ഞതല്ലേ ഉള്ളു, അപ്പൊ നമുക്ക് അങ്ങനെ പറഞ്ഞല്ലേ പറ്റത്തുള്ളൂ. അത്രക്ക് മോശമായിരുന്നു. മോശമൊന്നല്ല, അങ്ങനെ ഒരു കറി ശത്രുക്കൾക്ക് പോലും വെച്ചു കൊടുക്കരുത്. സത്യം, ഈ അമ്മച്ചി ചില സമയത്ത് വെക്കുന്നതൊക്കെ ഭയങ്കര ബോറായി ചായ. അപ്പച്ചൻ തന്നെ എത്ര പ്രാവശ്യം അമ്മച്ചിനെ കുറ്റം പറഞ്ഞിട്ടുണ്ടെന്ന് അറിയോ? എനിക്കും തോന്നിയിട്ടുണ്ട് അമ്മച്ചി വെക്കുന്ന പല കറിയും പല സമയത്ത് ഫ്ലോപ്പാണെന്ന്. ഇനി അമ്മച്ചി വിളിക്കുമ്പോൾ പറയണം, ഇച്ചായൻ അന്ന് 3 ദിവസം ഛർദ്ദിച്ചെന്ന്. അങ്ങനെ ഉള്ളില്ലല്ലോ, പറയണം. അതൊക്കെ എന്റെ അമ്മച്ചി വെക്കുന്ന കറി. അത് ആലോചിച്ചാൽ മതി. പച്ചക്ക് നമുക്ക് ഇതെടുത്ത് വെച്ചിട്ടേ കഴിയാം. എന്റെ അമ്മച്ചിയുടെ ഒരു കൈപ്പുണ്യം എന്ന് പറഞ്ഞ എന്നാടി നിന്റെ അമ്മച്ചിക്ക് നിനക്കൊന്നും അത് കിട്ടാത്ത? സത്യം, അതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ദൈവത്തിന്റെ ഒരു എന്താ പറയുക ഗിഫ്റ്റാണ് ഇച്ചായ. അമ്മച്ചി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വെക്കാൻ പറ്റുന്നത് ഇച്ചാനൊക്കെ സത്യം പറഞ്ഞാൽ ഭാഗ്യമാണ് കേട്ടാ. ആ അമ്മച്ചിയുടെ കൈപ്പുണ്യം ആസ്വദിക്കാൻ പറ്റിയില്ലേ? ഇവിടെ തന്നെ എനിക്ക് എന്തെങ്കിലുമൊക്കെ സംശയം കറിയിൽ വരുമ്പോഴേ ഞാൻ എൻ്റെ അമ്മച്ചിനെ വിളിക്കത്തില്ല. ഞാൻ വിളിക്കുന്നത് ആരെയാ? ഇച്ചായൻ്റെ അമ്മച്ചീനെ. ഇച്ചായ, പെട്ടെന്ന് എനിക്കൊരാഗ്രഹം, നമുക്കൊന്ന് അമ്മച്ചിയുടെ അടുത്ത് പോയാലോ? എന്തെങ്കിലും ആ കൈ കൊണ്ട് ഉണ്ടാക്കി കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. ഒരു മുളകടിച്ചതാണെങ്കിലും മതി ഇച്ചായ. അമ്മച്ചി ഇന്ന് എന്തായിരിക്കും ഉണ്ടാക്കിയത്? ഇത് വേണ്ടെങ്കിൽ ഞാൻ വേറെ ഉണ്ടാക്കിക്കൊണ്ട് ഞാൻ ഇത് തന്നെ കഴിച്ചോളാം. ഇനി അടുത്ത ഉണ്ടാക്കിക്കൊണ്ട് വന്ന് എന്റെ വിശപ്പത്രയും കെട്ടുപോകാനായിട്ട് എങ്ങനെയെങ്കിലും ഞാൻ ഇത് ഇറക്കിക്കോ. ഇതാണ് ഇച്ചായന്റെ സ്നേഹം. ഞാൻ എന്തുണ്ടാക്കിയാലും എന്നെ വിഷമിപ്പിക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് കഴിക്കും. വേണ്ട, ആരും വിളമ്പി തരണ എനിക്ക് ഇഷ്ടമല്ല. ഇന്ന് ഞാനാ വിളമ്പിയത്. ഇപ്പൊ തൊട്ട് ഞാൻ മാറ്റി. വേണ്ടാന്ന്. അല്ല, തനിയെ വിളമ്പി എടുത്താ മതി. ആഹാരം കളയണ്ടല്ലോ എന്ന് വെച്ചിട്ട് മാത്രം ഞാനിത് കഴിക്കാം.
അത് നല്ലതാ ഇച്ചായ ആ ശീലം. എൻ്റെ അമ്മച്ചി പറഞ്ഞിട്ടുണ്ട് ആഹാരം വേസ്റ്റ് ചെയ്യരുന്നു. അമ്മച്ചി അങ്ങനെയും പറഞ്ഞു എന്താ? ഓ എന്റെ പൊന്നോ, അങ്ങനത്തെ ഒരു അമ്മച്ചിനെ കിട്ടിയത് പുണ്യം. എന്തൊക്കെ പറഞ്ഞാലും അവള് നല്ല വൃത്തിയായിട്ട് തേക്കും. എന്താ ചായ? നോക്കാം നോക്കാം. നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് വൃത്തിയായിട്ട് തേക്കണം വൃത്തിയായിട്ട് തേക്കണം എന്ന്. തുടങ്ങിയിരിക്കാം, ഒരു കാര്യം വൃത്തിയായിട്ട് ചെയ്യാൻ അറിയില്ല. വൃത്തിയാണോ തേക്കുന്നേ? ഞാൻ ഒരു ഡോക്ടറല്ലേ? ഞാൻ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ചുരുങ്ങിയ ഇത് വിട്ടോണ്ട് പോയാൽ എങ്ങനെ ഇരിക്കും? എനിക്കൊരു ഡിഗ്നിറ്റി ഇല്ലേ? ഇച്ചാ കൈ ഇങ്ങോട്ട് വന്നേ. എന്തിനാണ് കൈ ഇങ്ങോട്ട് നീട്ട്. എന്തിന് അടിക്കന്നെ? ചുമ്മാ എന്തോ ഇച്ചാ ഞാനിതൊക്കെ ശ്രദ്ധിക്കാത്തത്? ഞാനല്ലേ ഇച്ചാന്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടത്? ഇച്ചാൻ എത്ര പേര് അറിയുന്നതാ? ഹോസ്പിറ്റലിൽ എത്ര പശുവും പോത്തിനൊക്കെ കൊണ്ട് ആളുകൾ വരുന്നതാ. അവരുടെയൊക്കെ മുന്നിൽ ഇച്ചാൻ ഇങ്ങനത്തെ ചുളുങ്ങിയ ഷർട്ട് ഇട്ടുകൊണ്ടാണ് നിൽക്കേണ്ടത്? ഞാനൊരു കാര്യം പറയട്ടെ, എന്റെ ജീവിതത്തിൽ പറ്റിയ ഏറ്റവും വലിയ അബദ്ധം എന്താണെന്ന് അറിയാമോ? നിന്നെ കിട്ടിയത്. സത്യം സത്യം ഇച്ചായ, എനിക്ക് പല പ്രാവശ്യം തോന്നിയിട്ടുണ്ടത് ഇച്ചാനെ ഞാനൊരു ചേർന്ന പെണ്ണല്ലെന്ന്. ഒരു കാര്യം പറയട്ടെ, ഡിവോഴ്സ് ചെയ്യാൻ പറ്റുമോ എന്നെ? വേണ്ട വേണ്ട, അത് ശരിയാവത്തില്ല. ഇച്ചായന് നാണക്കേടാവും. ഇച്ചാൻ എത്ര പേര് അറിയുന്ന ആളാ. പക്ഷെ വേണ്ട, ഇത് ഞാനിപ്പോൾ നല്ല സൂപ്പറായിട്ട് തേച്ച് തരാം. പിന്നെ ഒരു കാര്യം, ഇന്ന് തൊട്ട് ഈ നിമിഷം തൊട്ട് ഇച്ചായൻ്റെ മനസ്സിനിണങ്ങിയ ഒരു ഭാര്യയാവാൻ ഞാൻ ശ്രമിക്കും. ചിരിച്ചേ, ചിരിക്കിച്ചായ, ചിരിക്ക്. ഇപ്പൊ കൊണ്ടുവരാം. ഒരു മിനിറ്റ് ചായ. സുന്ദരൻ നീയും സുന്ദരി ഞാനും ചേർന്നിരുന്നാൽ തിരുവോണം. എങ്ങനെയുണ്ട്? ആലിസേ, പറ എന്താ? ഞാൻ നിന്നോട് എപ്പോഴെങ്കിലും കള്ളം പറയുന്നതായിട്ട് നിനക്ക് തോന്നിയിട്ടുണ്ടോ? എന്തിനാ ചായ ഇത്രയും സ്നേഹമായിട്ടിരിക്കുമ്പോ ഇങ്ങനെയൊക്കെ പറയുന്നത്? ആലിസേ, നീ ഇതൊന്നും ആട്ടാതിരിക്കോ, തല ഇറങ്ങുന്നു. പറ. എന്റെ ഇച്ചായൻ പറഞ്ഞ പോലെ എല്ലാം ഞാൻ ചെയ്യും. ഞാനേ പൊട്ടി വീഴുന്നു. എനിക്ക് അത് പറയാനുള്ളൊരു ഡെലിക്കസി. ഞാനേ പറയുന്നോണ്ടൊന്നും തോന്നരുത്. ഈ വിശ്വാസം തകർക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. ഞാൻ കള്ളം പറയില്ല എന്നുള്ള നിന്റെ വിശ്വാസമില്ലേ, അത് തകർക്കാൻ എനിക്കൊരു ബുദ്ധിമുട്ട്. ഇച്ചാൻ എന്നോട് കള്ളത്തരം പറയാറില്ലല്ലോ. ഞാൻ പറഞ്ഞിട്ടുണ്ട്. എപ്പം? നമ്മൾ നേരത്തെ താമസിച്ച വാടക വീട്ടിലെ ഒരു ഇൻഷുറൻസ് ഏജന്റ് ഇൻഷുറൻസ് എടുപ്പിക്കാനായിട്ട് വന്നില്ലായിരുന്നു ഒരു പെൺകുട്ടി? നീ പള്ളി പോയിരുന്ന സമയത്ത് നീ പള്ളിയിൽ നിന്ന് വരുമ്പോ വന്ന് നമ്മള് ഈ വെളിയിൽ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ കുട്ടി വരുന്നത്. ഓർക്കുന്നുണ്ടോ? സത്യത്തിൽ അങ്ങനെയല്ലായിരുന്നു സംഭവം. പിന്നെ 12 മണിക്ക് നീ പള്ളിയിൽ നിന്ന് വരും, ആ സമയത്ത് വരാനാണല്ലോ നമ്മൾ പറഞ്ഞിരുന്നത്. ഇൻഷുറൻസ് എടുക്കാൻ. ഇവള് 11:30 വന്നു. എന്നിട്ട് എത്ര പറഞ്ഞിട്ടും കേട്ടില്ല. അകത്ത് കയറി, ഞാൻ അവസാനം അകത്ത് കയറ്റി ഇരുത്തിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വെളിയിൽ വന്നിങ്ങനെ നോക്കിയതും നീ വരുന്നു. അപ്പം ഞാൻ നീ കണ്ട പ്രശ്നമില്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവളെ മുകളിലത്തെ നിലയിൽ ഒളിപ്പിച്ചു. മുകളിലത്തെ നിലയിലെന്ന് പറഞ്ഞ? മുകളിലത്തെ നിലയിലെ ബെഡ്റൂമിൽ. ആരുടെ? അവിടെ ഒഴിഞ്ഞു കിടക്കണ ബെഡ്റൂമില്ലേ, അവിടെ ഒളിപ്പിച്ചു. നമ്മുടെ ഇതൊക്കെ ഇത്ര വലിയ കാര്യമാണോ ഇച്ചായ? കാര്യമല്ലേ? ഇതിനാണോ നേരത്തെ എന്താ പറഞ്ഞത്? ഡെലിക്കസി. എന്റെ ഇച്ചായൻ അവളെ ഒളിപ്പിച്ചത് കള്ളത്തരം കൊണ്ടൊന്നും അല്ലല്ലോ.
എന്നാലും അത് കള്ളത്തരം അല്ലേ? പിന്നെ ഞാനിതൊക്കെ അറിഞ്ഞ ഞാൻ ഇച്ചായനെ സംശയിക്കുമെന്ന് പേടിച്ചിട്ടല്ലേ. പക്ഷെ അതൊരു വിശ്വാസവഞ്ചനയാണല്ലോ. എന്റെ ഇച്ചായ, അങ്ങനെ പേടി ഉണ്ടായത് എന്തുകൊണ്ടാ? ഞാൻ ഇച്ചായനെ എല്ലാ കാര്യത്തിലും സംശയിക്കുന്നുണ്ട്. സംശയിക്കുന്നു എന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരു ഭർത്താവ് ചെയ്യാവുന്ന പണിയാണോ ഞാൻ ചെയ്തത്? എന്റെ ഇച്ചായ, ഇക്കാര്യത്തിൽ ഇച്ചായനല്ല തെറ്റുകാരൻ. അല്ല, ഞാനത് സമ്മതിക്കൂല. ഞാനാണ് അപരാധി. എന്റെ മോള് നിരപരാധിയാണ്. എന്റെ ഇച്ചായ, ഞാനാ തെറ്റുകാരി. അല്ല, ഞാൻ സമ്മതിക്കില്ല. ഞാൻ അപരാധിയാണ്. ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. ഞാൻ പറയട്ടെ ഇച്ചായ, ഞാൻ ഇങ്ങനെ ഓരോ കാര്യത്തിന് ഇച്ചായനെ സംശയിക്കുന്നുണ്ടല്ലേ ഇച്ചായനെ അവളെ ഒളിപ്പിക്കാൻ ശ്രമിച്ചത്. എന്നാലും അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? അതൊക്കെ വിടിച്ചായ. ഇങ്ങനെ ഇങ്ങനെ ഇത്ര ടെൻഷൻ അടിച്ചത്, കൊച്ചു ടെൻഷൻ അടിച്ചത് ഇതാരാന്നേ? നമ്മുടെ സ്വർഗത്തിലെ കട്ടുറുമായത് ഒന്ന് സ്നേഹിക്കാനും സമ്മതിക്കത്തില്ല. എന്ത് പറഞ്ഞാലും സമ്മതിച്ചു തരാന്ന് പറഞ്ഞ ആരെങ്കിലും ബെറ്റ് വെക്കോ ഡോക്ടറെ? ബെറ്റ് വെക്കാൻ നേരത്ത് വല്ല വാച്ചോ കാശോ ചുടിദാറോ ഇതൊക്കെ അല്ലേ ബെറ്റ് വെക്കണ്ടേ? ഇത് എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അവർക്ക് ദേഷ്യപ്പെടാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അതെ, 5 മിനിറ്റ് പൊളിച്ചെടുക്കാന്നാണ് ഞാൻ വിചാരിച്ചത്. എന്തൊക്കെ പറഞ്ഞു, എന്തൊക്കെ ചെയ്തു, ഒരു പ്രശ്നമില്ല. അവള് കട്ടക്ക് നിൽക്കുകയാണെന്ന്. ദേഷ്യപ്പെടാതെ പിന്നല്ല, മഹാത്മാഗാന്ധിക്കും മദർ തെരേസയ്ക്കും പോലും ഇത്രയും ക്ഷമയുണ്ടാവത്തില്ല. എന്തിനു പറയുന്നു? ലംബോദരൻ മാഷ് വന്നിട്ട് അവളെ എന്തൊക്കെയോ പറഞ്ഞു, എന്നിട്ടും അവള് അനങ്ങുന്നില്ല. ആണെന്നേ. ഒരു കാര്യം ചെയ്യ്, ഞാൻ വന്ന കാര്യം ആലീസ് അറിഞ്ഞിട്ടില്ലല്ലോ. ഇല്ല, അറിഞ്ഞിട്ടില്ല. ഡോക്ടർ നേരെ അകത്തോട്ട് പോയിട്ട് ആലീസിന്റെ ഒരു 2 നമ്പർ അങ്ങോട്ട് ഇട്ട് അന്നേരം ഞാൻ കോളുമ്പൽ അടിക്കാം. എന്നിട്ട് ഡോക്ടർ ആലീസിനെ എന്റെ അടുത്തോട്ട് പറഞ്ഞു വിടാം. എന്തു ചെയ്തിട്ടാണെങ്കിലും അവളെ പൊളിച്ചേ പറ്റൂ. നാ ഇറുക്കുമ്പോ നീ എതൊക്കെ ഭയപ്പെടുന്നു? പോ. ഭയം എന്ന് പറഞ്ഞാലേ ഇല്ലെങ്കിലേ ജീവിതകാലം മൊത്തം ഞാൻ അവളുടെ അടിമയായി പോവും. കേട്ടല്ലോ? ധൈര്യമായിട്ട് പോന്നേ. പോ എന്നോടാ കളി. ചായ ഇട്ടാണ്. ഇച്ചായ, എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഇച്ചാൻ അവിടെ പോയിരുന്ന ഞാൻ അങ്ങോട്ട് കൊണ്ട് തരുമായിരുന്നല്ല. ചെല്ല്, പോ. എൻ്റെ ഒന്നും ആവശ്യമില്ല. എടേ, അടുക്കളയിൽ ഇരുന്ന് ഭാര്യ ചായ ഇട്ട് വരുമ്പം അത് മുത്തി കുടിച്ചോണ്ട് ഭാര്യയോട് ഇച്ചിരി കുശലമൊക്കെ പറയുന്ന അതൊരു പ്രത്യേക സുഖമല്ലേ? എന്റെ അടുത്ത് ഇരിക്കണമെന്ന് ആഗ്രഹമുണ്ടല്ലേ? ചായ എങ്ങനെയുണ്ട്? നീ കണ്ണു അടച്ച് ചായ ഇട്ടാലും സൂപ്പറാ. പക്ഷെ ഇന്നങ്ങോട്ട് ഏറ്റില്ല. കൊള്ളത്തില്ലേ? എന്തോ ഒരു പ്രശ്നം പോലെ. റേഷ്യോ കറക്റ്റ് അല്ലേ? റേഷ്യോ കുടിക്കണ്ടെങ്കിൽ അല്ല, കുഴപ്പമില്ല, ഇന്ന് കുടിച്ചോളാം. ഈ അടുക്കള എന്ന് പറയുമ്പോഴേ നല്ല അടുക്കും ചിട്ടയോടും കൂടി വൃത്തിയായിട്ട് സൂക്ഷിക്കേണ്ട സ്ഥലമാണ്. നമ്മുടെ വീട്ടിൽ ഏറ്റവും വൃത്തിയോടെ സൂക്ഷിക്കേണ്ട സ്ഥലങ്ങളിലൊന്നാണ് അടുക്കള എന്ന് പറയുന്നത്. ആര് കയറി വന്നാലും എന്ത് രസമായിരിക്കുന്നു അടുക്കള എന്ന് തോന്നണം. മാത്രമല്ല, അടുക്കളയുടെ വൃത്തി കണ്ടിട്ട് നമുക്ക് അവിടെ വന്നിരുന്ന് പ്രാർത്ഥിക്കാൻ തോന്നാം. അങ്ങനെ ആയിരിക്കണം അടുക്കള. പൂജാമുറി പോലെ ഇരിക്കണം. ഇച്ചായ, എന്നൊന്നുള്ളിക്ക്, എന്നൊന്നുള്ളു. സ്വപ്നമാണോ ഇച്ചായ? എന്നാടി? എന്റെ ദൈവമേ, ഞാനിപ്പോ മനസ്സിൽ വിചാരിച്ചതേ ഉള്ളൂ ഈ കാര്യം. ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി ഈ നിലമൊക്കെ നല്ല പോലെ തുടച്ച് വൃത്തിയാക്കണം. എന്നിട്ട് ഈ ടിന്നൊക്കെ ഉണ്ടല്ലോ ഇച്ചായ, ഇതൊക്കെ നല്ല തൂത്ത് തുടച്ച് വൃത്തിയാക്കി അടുക്കി 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 ഇങ്ങനെ വെക്കണം. എന്നിട്ട് ഒരു ചന്ദനത്തിരിയും കൂടെ കത്തിച്ചേക്കണം. നമ്മൾ അടുക്കളയിലോട്ട് ഇങ്ങനെ കയറി വരുമ്പോ ഒരു പ്രാർത്ഥന അതായിരിക്കണം നമുക്ക്. അതെനിക്ക് എന്താ ചെയ്യാ, നമ്മളത് മനസ്സിലായത് തമ്മിൽ ഇത്ര ഐക്യം അറിയില്ല. ചിലപ്പോ അങ്ങനെ ചില ഭാര്യയും ഭർത്താവും തമ്മിൽ അങ്ങനെ ചില സംഭവങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇല്ല ഇല്ല ഇച്ചായ, ഇത് റെയറാ. പക്ഷെ ഇത് അപൂർവങ്ങളിൽ അപൂർവമായി പോയി. സത്യം. ഞാൻ ഇപ്പൊ തന്നെ ചെയ്യാം ഇച്ചായ, ഇതെല്ലാം ഞാൻ ഇപ്പൊ തന്നെ ചെയ്യും. ആരോ വന്നു എന്ന് തോന്നുന്നു. ഞാൻ ചായ കുടിക്കുകയല്ലേ, നീ പോയി നോക്കൂ. ഞാനിവിടെ തുടക്കണ്ടേ ഇച്ചായ? ഇപ്പൊ തുടക്കണ്ട, നീ ഇപ്പൊ പോയി നോക്ക്. എനിക്ക് ഈ ചായ കുടിക്കുന്നതിന്റെ കണ്ടിന്യൂറ്റി പോയാൽ എനിക്ക് ആ സന്തോഷം അങ്ങ് നഷ്ടപ്പെടും. മോളൊന്ന് പോയി നോക്കാവോ? നോക്കിയിട്ട് വരാവേ. നോക്കിയിട്ട് വരൂ. പവിത്രനെ കണ്ടില്ലല്ലോ കണ്ടില്ലല്ലോ മനസ്സിൽ വിചാരിച്ചതേ ഉള്ളു. സത്യം സത്യം. അല്ല, ഇച്ചായൻ സാധാരണ കുഴപ്പത്തിലൊക്കെ ചാടുമ്പോ ആദ്യം ഓടി എത്തുന്നത് പവിത്രനല്ലേ, അതുകൊണ്ട് ചോദിച്ചതാ. അതിന് ഡോക്ടർ വല്ല കുഴപ്പത്തിൽ ചെന്ന് ചാടിയോ? ഇതുവരെ കുഴപ്പമൊന്നുമില്ല. ഒരു 2 മണിക്കൂർ കഴിയുമ്പോ പിന്നെ കുഴപ്പത്തോട് കുഴപ്പമായിരിക്കും. കാര്യം എന്തായിരുന്നു? കാര്യം എന്താണെന്ന് പവിത്രൻ നേരിട്ട് ചോദിച്ചാ മതി. ഒരു കാര്യം ഉറപ്പാ എനിക്ക്, ഇന്നത്തോടുകൂടി ഈ വീട്ടിലെ സകല കാര്യങ്ങളും മാറി മറിയും, ഉറപ്പ്.
എന്തായാലും മാറി പറയാൻ പോവല്ലേ. അപ്പൊ ഞാൻ എന്നാ പിന്നെ എനിക്കൊരു കാര്യം ആലീസിനോട് പറയാനുണ്ട്. അപ്പൊ ആലീസ് അത് കേട്ടിട്ട് ദേഷ്യപ്പെടരുത്. സത്യം പറഞ്ഞാൽ ഞാൻ ഈ കാര്യത്തിൽ നിരപരാധിയാ. ഡോക്ടറോടുള്ള ഒരു അടുപ്പം വെച്ചിട്ട് ഞാൻ ഡോക്ടറെ സംരക്ഷിക്കാൻ നോക്കി എന്നുള്ളതേ ഉള്ളൂ. പവിത്രം കാര്യം പറ. അതായത് നമ്മുടെ അനുരാധയില്ലേ, നമ്മുടെ ഹോസ്പിറ്റലിലെ സ്റ്റാഫ് അനുരാധ, എന്റെ ആലീസെ, ഞാൻ ഈ അനുരാധയെ കുറിച്ച് അന്ന് പറഞ്ഞത് മുഴുവനും കള്ളത്തരമായിരുന്നു. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരാളല്ല അവള്. അവള് പ്രേമിക്കാത്ത ഒരൊറ്റ ആമ്പിള്ളേർ പോലും നമ്മുടെ ഈ നാട്ടിലില്ല. ഏയ്, അത് ഞാൻ വിശ്വസിക്കത്തില്ല. ഞാൻ ആ കൊച്ചിനോട് സംസാരിച്ചിട്ടുള്ളതല്ലേ. അതൊക്കെ അവിടെ ചുമ്മാ അടവാണെന്ന്. ആ ഹോസ്പിറ്റലിലോട്ടൊന്ന് വന്ന് നോക്കണം. അവിടെ വരുന്ന ആളുകളുമായിട്ട് മുഴുവനും അവള് പഞ്ചാരടിയാ. എന്തിനേറെ പറയുന്നു, വയസ്സായ സദാശിവൻ സാറിനെ വെറുതെ വിടാത്തവള് ഈ ഡോക്ടറെ വെറുതെ വിടുവോ? എല്ലാരും പറയുന്നത് അവിടെ കൊണ്ടുവരുന്ന മൃഗങ്ങളാണായിരുന്നുണ്ടെങ്കിൽ ആ മൃഗങ്ങളോട് അവള് പഞ്ചാര അടിച്ചാലെന്ന് നാട്ടുകാർ പറയുന്നത്. അതൊക്കെ ശത്രുക്കൾ വെറുതെ പറയുന്നതായിരിക്കും. അതൊക്കെ ശത്രുക്കൾ വെറുതെ പറയുന്നതായിരിക്കും. അല്ലെന്ന് നേരാന്ന് എന്റെ അനുഭവം കൊണ്ട് പറയുമല്ലേ. നമസ്കാരമുണ്ട്. എപ്പോ വന്നു? ഞാൻ വന്നതേ ഉള്ളൂ. ആണോ? ഡോക്ടർ എന്നോട് ക്ഷമിക്കണം. എന്തുപറ്റി? എനിക്കൊരു അബദ്ധം പറ്റി. ആലീസ് ഓരോന്ന് എന്നോട് ഇങ്ങനെ കുത്തി കുത്തി ചോദിച്ചപ്പോൾ ഞാൻ അറിയാതെ അനുരാധയുടെ കാര്യം ഞാൻ അറിയാതെ പറഞ്ഞുപോയി. സോറി. ആലീസേ, നീ എന്നോട് ക്ഷമിക്കണം. എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. പറഞ്ഞു. അന്ന് അനുരാധ വീട്ടിൽ വന്നില്ലായിരുന്നോ? വന്നില്ലായിരുന്നോ? അപ്പോ നീ എന്തോ എടുക്കാനായിട്ട് അകത്തേക്ക് പോയില്ലേ? അപ്പൊ അനുരാധ പറയാ, അവരെന്നെ കളിയാക്കിയതാണോ? എന്ത്? ഞാൻ ഭയങ്കര പുരുഷ വിരോധിയാണെന്നൊക്കെ അവരോട് ആരോ പറഞ്ഞു. ഇതാരോ എന്നെ കുറിച്ച് ഈ നോണൊക്കെ പറഞ്ഞു കിടക്കുന്നത്. നമ്മൾ എന്തിനാ അതൊക്കെ അന്വേഷിക്കുന്നത്? ആരെങ്കിലും പറഞ്ഞോട്ടെ. അതെ, നമ്മൾ എന്തിനാ ഇതൊക്കെ അന്വേഷിക്കുന്നത്? ആര് പറഞ്ഞാലും ഡോക്ടർ അങ്ങനെ വിശ്വസിക്കല്ലേ. ഞാൻ അങ്ങനെ പുരുഷ വിരോധിയൊന്നും അല്ല, പ്രത്യേകിച്ച് ഡോക്ടറിനോട്. അവളിപ്പോ വരും, നമുക്ക് മിണ്ടണ്ട. ഞാൻ മിണ്ടരുത്. നിന്നോട് പറഞ്ഞാ നീ ദേഷ്യപ്പെടുമല്ലോ എന്ന് ഓർത്തിട്ടാ ഞാൻ നിന്നോട് പറയാത്ത. സോറി. എന്തു വിചായത്? കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ ഇതൊക്കെ ഇത്ര വലിയ കാര്യമാണോ? അല്ല. ഇങ്ങോട്ട് നോക്കിയേ, ഇതാരുടെ ഫോണാ? ഇതെന്റെ ഫോൺ. രാവിലെ ഞാൻ അടുക്കളയിൽ നിന്നപ്പോഴേ ഈ ഫോൺ ഒന്ന് റിങ് ചെയ്തു. ഞാൻ വെറുതെ ഇതെടുത്ത് നോക്കി. കർത്താവേ, ഇടി ബാത്റൂമിലെ പൈപ്പ് അടച്ചിട്ടില്ല. ഇനി അങ്ങനെയും കൂടെ കാശുകള, വാട്ടർ ബില്ലും കൂടെ കൂടട്ടെ. അനുരാധ വിളിച്ച് എന്തിനാന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ട് വിച്ചാൻ എന്നോട് നുണയെ പറയൂ. സത്യം. അതുകൊണ്ട് ഞാൻ ചോദിച്ചില്ല. പക്ഷെ കർത്താവായിട്ട് തൊട്ട് പുറകെ എനിക്കൊരു അവസരം ഉണ്ടാക്കി തന്നു. എന്തവസരം? അതാ നമ്മൾ തമ്മിലുള്ള ബെറ്റ്. അതിനാ ബെറ്റ് വെച്ച. എന്തോ അനുരാധയായിട്ടുള്ള ബന്ധം? ഒരു ബന്ധവുമില്ല. ഒരു ബന്ധമില്ലാഞ്ഞിട്ടാണ് എടോ വല നിന്ന് നിങ്ങൾ എന്നോട് ഇത്ര നേരം നുണ പറഞ്ഞുകൊണ്ടിരുന്നത്. അതൊക്കെ ചുമ്മാ പറഞ്ഞല്ലേ. അപ്പൊ ഇത്രയും കാലം വിളിച്ചാൽ എന്നോട് നുണ പറയുമായിരുന്നല്ലേ. ഇനി പവിത്രം പറ. പോയാ? പോയി. എടീ മോളെ, എന്റെ പൊന്നു കൊച്ച്, എന്നോട് ക്ഷമിക്കടി. സോറി. ഇനി എന്നോട് കടത്തരം പറയൂ? ഒരിക്കലും പറയത്തില്ല. തലദിവസത്തിന് കർത്താവാണേ, എന്റെ പൊന്നുമോളാണേ. ഞാൻ ഇനി നിന്നോട് നുണ പറയത്തേ ഇല്ല. ഉറപ്പാണല്ലോ? ഉറപ്പാന്നേ. അപ്പൊ നമ്മുടെ ബെറ്റോ? ഒരു കാര്യം പറയട്ടെ, ബെറ്റില് നീ തോറ്റു, പക്ഷെ അഭിനയത്തിൽ നീ ജയിച്ചു കേട്ടോ. എനിക്കത്ര അനുരാധ വിളിച്ച് എന്തിനാന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ട് വിച്ചാൻ എന്നോട് നുണയെ പറയൂ. സത്യം. അതുകൊണ്ട് ഞാൻ ചോദിച്ചില്ല. പക്ഷെ കർത്താവായിട്ട് തൊട്ട് പുറകെ എനിക്കൊരു അവസരം ഉണ്ടാക്കി തന്നു. എന്തവസരം? അതാ നമ്മൾ തമ്മിലുള്ള ബെറ്റ്. അതിനാ ബെറ്റ് വെച്ച. എന്തോ അനുരാധയായിട്ടുള്ള ബന്ധം? ഒരു ബന്ധവുമില്ല. ഒരു ബന്ധമില്ലാഞ്ഞിട്ടാണ് എടോ വല നിന്ന് നിങ്ങൾ എന്നോട് ഇത്ര നേരം നുണ പറഞ്ഞുകൊണ്ടിരുന്നത്. അതൊക്കെ ചുമ്മാ പറഞ്ഞല്ലേ. അപ്പൊ ഇത്രയും കാലം വിളിച്ചാൽ എന്നോട് നുണ പറയുമായിരുന്നല്ലേ. ഇനി പവിത്രം പറ. പോയാ? പോയി. എടീ മോളെ, എന്റെ പൊന്നു കൊച്ച്, എന്നോട് ക്ഷമിക്കടി. സോറി. ഇനി എന്നോട് കടത്തരം പറയൂ? ഒരിക്കലും പറയത്തില്ല.
തലതൊരു സത്യം. കർത്താവാണേ, ആ എന്റെ പൊന്നുമോളാണേ, ആ ഞാൻ ഇനി നിന്നോട് നുണ പറയത്തേയില്ല. ഉറപ്പാണല്ലോ. ഉറപ്പാന്നേ. അപ്പൊ നമ്മുടെ പെറ്റോ? വായ. ഒരു കാര്യം പറയട്ടെ, ബെറ്റില് നീ തോറ്റു, പക്ഷെ അഭിനയത്തിൽ നീ ജയിച്ചു കേട്ടോ. എനിക്കത്ര ചിരിയൊന്നും വരുന്നില്ല.